ദുരിതക്കയത്തിലായി എറണാകുളത്തെ നായരമ്പലം നിവാസികൾ. കടലാക്രമണത്തിൽ കിടപ്പാടം കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കാനേ ഓരോ കാലവർഷത്തും നായരമ്പലം പ്രദേശവാസികൾക്ക് സാധിക്കാറുള്ളൂ. ചെല്ലാനത്ത് നടപ്പിലാക്കിയതുപോലുള്ള ടെട്രാപോഡ് സംവിധാനത്തിന്റെ കാര്യത്തിൽ 6 മാസത്തിനകം റിപ്പോർട്ട് തയ്യാറാകുമെന്നാണ് ഇവർക്ക് അധികാരികൾ നൽകിയിരുന്ന ഉറപ്പ്. രാവിലെ 11 മണിയോടെയാണ് ഇവിടെ കടലാക്രമണം തുടങ്ങുന്നത്. വെറും അരമണിക്കൂർ കൊണ്ടുതന്നെ ഇവിടങ്ങളിൽ മുഴുവൻ വെള്ളം നിറയും. നിൽക്കുന്ന പൂഴിമണ്ണിൽ വെള്ളം ചതിയൻ കുഴികളുണ്ടാക്കും. വഴികളെല്ലാം നിറച്ചതിന് ശേഷം വീടുകളിലേക്ക് കയറും. പൊറുതിമുട്ടി പലരും വീടൊഴിഞ്ഞുപോയി. ഇവിടെ വാട വെക്കാറുണ്ട് പഞ്ചായത്തിൽ നിന്ന് വന്ന ആൾക്കാർ. അത് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വാട പോവും, വെള്ളം കയറിയത് പോവും. അപ്പോൾ ഇപ്പോൾ വാട വെക്കാനില്ല, അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു കുടിക്കണമെങ്കിൽ വെള്ളം എടുക്കാൻ തന്നെ ഒരു പറ്റാത്തൊരവസ്ഥയാണ്. പൈപ്പ് വരെ കാണാനില്ല, താഴേലാണ് പൈപ്പൊക്കെ. ഇക്കാണുന്ന വെള്ളം സർവ്വമാലിന്യവും കൂടിക്കലർന്ന മിശ്രിതമാണ്. സാംക്രമിക രോഗങ്ങളുടെ കാരണം കൂടിയാകും ഈ വെള്ളക്കെട്ട്. താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കുന്നതല്ലാതെ നായരമ്പലം വെളിയത്താംപറമ്പിലേക്ക് ഒരു ആശ്വാസവാക്കുപോലും കടന്നു ചെല്ലാറില്ല. 15 വർഷത്തിലേറെയായി ഇവിടെ സ്ഥിതി ഇങ്ങനെയാണ്. മണൽത്തിട്ട ഇടിഞ്ഞു താണതോടെ കാലവർഷത്തെ രൗദ്രഭാവം പൂണ്ട കടലിനെ ഈ കര ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. നാല് മുറിയിൽ നിന്ന് ഇറങ്ങിടക്കുന്നു. ഇപ്പം 6 മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ താമസിക്കുന്നത്? താമസിക്കണത് ഇപ്പോൾ മോക്കടെ വീട്ടിൽ പോയി കിടക്കും. ഞങ്ങളുടെ വീടുകളിലൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ കട്ടിലിന്റെ മുകളിലും മേശയുടെ മുകളിലൊക്കെ ആക്കി വെച്ചേക്കുന്നതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് സമരങ്ങൾ നടത്തി. ഇതോടെ കളക്ടർ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ 50 ലക്ഷം രൂപയുടെ ജിയോ ബാഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. മാത്രമല്ല 6 മാസത്തിനുള്ളിൽ ടെട്രാപോഡ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം 15 ദിവസത്തിനുള്ളിൽ ജിയോ ബാഗ് ഇട്ടില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഇക്കാലം അത്രയും അനുഭവിച്ച ദുരിതത്തിന് അന്ത്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തെ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾ ഓരോ രാവും പകലും തള്ളി നീക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.